കാർഷിക വാർത്തകൾ. രാജ്യാന്തര റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിലും വിലക്കയറ്റത്തിലാണ്. ചെറുകിട സൈക്കിൾ ടയർ നിർമ്മാതാക്കളും വൻകിട വ്യവസായികളും റബ്ബർ വിലക്കയറ്റത്തിന് വേഗത പകർന്നു. ഏലം വിളവെടുപ്പ് സജീവം. പച്ച തേങ്ങ ലഭ്യത ഉറപ്പാക്കാൻ ശ്രമം നടത്തി ഉൽപാദകർ. തെക്കൻ കേരളത്തിൽ ആകാശം മേഘാവൃതമെങ്കിലും റെയിൻ ഗാർഡ് ഇട്ട റബ്ബർ തോട്ടങ്ങളിൽ വെട്ടിന് ഉൽപാദകർ ഉത്സാഹിച്ചു. തണുപ്പിന് കാഠിന്യമേറിയതിനാൽ മരങ്ങൾ കൂടുതൽ പാൽ ചുരുത്തുന്നത് റബ്ബർ ടാപ്പിങ്ങിന് ആവേശം പകരുന്നുണ്ട്. അതേസമയം തമിഴ്നാട് അതിർത്തി ജില്ലകളിലെ മഴ തെക്കൻ കേരളത്തിൽ റബ്ബർ വെട്ടിന് ചെറിയ അളവിൽ തടസ്സപ്പെടുത്തി. ഉത്തരേന്ത്യയിൽ നിന്നുള്ള ചെറുകിട സൈക്കിൾ ടയർ നിർമ്മാതാക്കളും വൻകിട വ്യവസായികളും സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിൽ നിന്നും ഷീറ്റ് സംഭരിക്കാൻ മത്സരിച്ചത് വിലക്കയറ്റത്തിന് വേഗത പകർന്നു. 4ാം ഗ്രേഡ് ഷീറ്റ് വില 200 രൂപ വർദ്ധിച്ച് 19,400 രൂപയായി. 5ാം ഗ്രേഡ് 19,000 രൂപയിലും വിപണനം നടന്നു. ബാങ്കോക്കിൽ റബ്ബർ വില 20,824 രൂപയായി ഉയർന്നു. രാജ്യാന്തര റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിലും ഇന്ന് വിലക്കയറ്റം അനുഭവപ്പെട്ടു. ഹൈറേഞ്ചിൽ ഏലം വിളവെടുപ്പ് ഊർജിതം. നവംബർ അവസാന ലേലത്തിലേക്ക് അടുക്കുന്നതിനാൽ അടുത്ത വാരം മുതൽ ക്രിസ്മസ് ഡിമാൻഡ് ഉയരും. ശാന്തൻപാറയിൽ നടന്ന ലേലത്തിൽ ആഭ്യന്തര വാങ്ങലുകാർ ശരാശരി ഇനങ്ങൾ കിലോ 2,962 രൂപയിലും മികച്ച ഇനങ്ങൾ 3,162 രൂപയിലും ശേഖരിച്ചു. ന്യൂ ഇയർ ഓർഡറുകൾ മുൻനിർത്തി മികച്ച ഇനങ്ങളിൽ കയറ്റുമതിക്കാരും ഉത്സാഹിച്ചു. മൊത്തം 24,102 കിലോഗ്രാം ഏലയ്ക്ക വന്നതിൽ 23,824 കിലോയും വിറ്റഴിഞ്ഞു. മില്ലുകാർ സംഘടിതമായി കൊപ്രയെ തളർത്താൻ ശ്രമം നടത്തിയെങ്കിലും ഉൽപാദകർ പച്ചതേങ്ങ നീക്കം നിയന്ത്രിച്ച് പ്രതിസന്ധിയെ മറികടന്നു. തമിഴ്നാട്ടിലെ വൻകിട മില്ലുകാർ കൊപ്രയെ സമ്മർദ്ദത്തിലാക്കി കാർഷിക മേഖലയിൽ നിന്നും പച്ചതേങ്ങ താഴ്ന്ന വിലയ്ക്ക് ശേഖരിക്കാനാണ് പദ്ധതികൾ ആവിഷ്കരിച്ചത്. കൊച്ചി വിപണിയിൽ വെളിച്ചെണ്ണ 21,100 രൂപയിലും കൊപ്ര 13,900 രൂപയിലുമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള കാപ്പി വിലയിൽ വർധന. ബ്രസീലിലും വിയറ്റ്നാമിലും ഉൽപാദനത്തിലുണ്ടായ ഇടിവാണ് വിലക്കയറ്റത്തിന് കാരണം. ഒറ്റ ദിവസം കാപ്പി അവധി വിലകൾ 4 മുതൽ 7% വരെയാണ് വർദ്ധിച്ചത്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കാപ്പി ഉൽപാദനത്തിൽ സംഭവിച്ച തിരിച്ചടി വിലക്കയറ്റത്തിന്റെ വേഗത്തിലാക്കുന്നു. റോബസ്റ്റ വില 5 ദിവസം കൊണ്ട് 17% വർദ്ധിച്ച് $5,569 ആയപ്പോൾ അറബിക്ക 10% മികവിൽ $326 ബ്രസീലിൽ കാപ്പിയുടെ കരുതൽ ശേഖരം 26% കുറഞ്ഞിട്ടുണ്ട്. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ റോബസ്റ്റ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് വിയറ്റ്നാമിലാണ്. ഒക്ടോബറിൽ വിയറ്റ്നാമിന്റെ കാപ്പി കയറ്റുമതി 11% ഇടിഞ്ഞ് 45,412 ടണ്ണായി. നവംബറിലും ഉൽപാദനം ചുരുങ്ങുമെന്നാണ് സൂചന. വയനാടൻ കാപ്പിത്തോട്ടങ്ങൾ വിളവെടുപ്പിന് സജ്ജമായി. ഡിസംബർ മധ്യത്തോടെ പുതിയ ചരക്ക് വിപണിയിലെത്തിയേക്കും. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയായ കിലോ 410 രൂപയിലേക്ക് കാപ്പിക്കുരു വില ഉയർന്നത് ഉൽപാദക മേഖലയ്ക്ക് വൻ ആവേശം പകർന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വരുന്ന വർഷം ഇന്ത്യയുടെ പോത്തിറച്ചി കയറ്റുമതി 4% ഉയരുമെന്ന് റിപ്പോർട്ട്. തെക്ക് കിഴക്കൻ ഏഷ്യ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഡിമാൻഡിൽ വൻ വർധനയാണുണ്ടായത്. മിഡിൽ ഈസ്റ്റ്, തെക്ക് കിഴക്കൻ ഏഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിലെ രാജ്യങ്ങളിൽ നിന്നും ഡിമാൻഡ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതും വരും വർഷം ഇന്ത്യയുടെ പോത്തിറച്ചി കയറ്റുമതി 4% വർദ്ധിച്ച് 1.65 ദശലക്ഷം ടണ്ണായി ഉയരുമെന്ന് USDA പോസ്റ്റ് ന്യൂഡൽഹി റിപ്പോർട്ട് ചെയ്യുന്നു. 2024 പോത്തിറച്ചി കയറ്റുമതി 1.58 മില്യൺ ടണ്ണായിരുന്നു. മലേഷ്യ, വിയറ്റ്നാം, ഇറാഖ്, സൗദി അറേബ്യ തുടങ്ങിയ വിപണികളിൽ ഇന്ത്യൻ പോത്തിറച്ചി കയറ്റുമതി സ്ഥിരമായ വളർച്ച പ്രകടമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ പോത്തിറച്ചിക്ക് താരതമ്യേന ഡിമാൻഡ് കുറവുള്ള ഒമാൻ, സെനഗൽ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലും വളർച്ചാ പ്രവണത കാണിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തെലങ്കാനയിലെ പരുത്തി കർഷകർ നിരാശയിൽ. കുറഞ്ഞ വിളവ് മൂലം ആദായത്തിൽ കനത്ത ഇടിവാണ് കർഷകർ അഭിമുഖീകരിക്കുന്നത്. പുഴുശല്യവും ശക്തമായ മഴയും വിളയെ ബാധിച്ചത് കർഷകരെ ദുരിതത്തിലാക്കുകയാണ്. സീസണിന്റെ അവസാനത്തോടെ പെയ്ത മഴയിൽ വിളകൾ നശിച്ചതിനാൽ ഉയർന്ന ഈർപ്പം കർഷകർക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. വിളവ് ഏക്കറിന് 8 മുതൽ 10 കിൻഡലിൽ നിന്ന് 3 മുതൽ 4 കിൻഡലായി ഇടിഞ്ഞു. കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇതുവരെ 43 ലക്ഷം കിൻഡൽ പരുത്തി സംഭരിച്ചിട്ടുണ്ട്. ഒരു കിൻഡലിന് 7,400 രൂപയാണ് ശരാശരി നിരക്ക്. ഉയർന്ന ഈർപ്പവും ഉത്സവ സീസണും കാരണം ഈ സീസണിൽ മന്ദഗതിയിലാണ് സംഭരണം ആരംഭിച്ചത്. കൂടാതെ രണ്ടാം വിളവെടുപ്പിന് തൊഴിലാളികളെ കണ്ടെത്താനാകുന്നില്ല എന്ന വെല്ലുവിളിയും കർഷകർ അഭിമുഖീകരിക്കുന്നു. സംഭരണ സീസണിൽ പരുത്തി കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തെലങ്കാന കർഷക സംഘം വാറങ്കലിൽ സംസ്ഥാനതല യോഗം ചേർന്നിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
സങ്കീർണ വളങ്ങളുടെ വിൽപ്പന ഒക്ടോബറിൽ 11% ഉയർന്നു. ഡി അമോണിയം ഫോസ്ഫേറ്റിന്റെ ക്ഷാമമാണ് കോംപ്ലക്സ് വളങ്ങളെ ആശ്രയിക്കാൻ കർഷകരെ പ്രേരിപ്പിച്ചത്. ഡി അമോണിയം ഫോസ്ഫേറ്റിന്റെ ക്ഷാമം നേരിടുമ്പോൾ കൂടുതൽ സങ്കീർണ വളങ്ങൾ ഉപയോഗിക്കുന്നതിലേക്ക് കർഷകർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ നിർമ്മാതാക്കൾ അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്തും ആവശ്യാനുസരണം ഉണ്ടാക്കിക്കൊണ്ടും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ്. ഈ സാമ്പത്തിക വർഷത്തെ ഏപ്രിൽ ഒക്ടോബർ കാലയളവിൽ സങ്കീർണ വളങ്ങളുടെ ആഭ്യന്തര ഉൽപാദനം 11% വർദ്ധിച്ച് 62.55 ലക്ഷം ടണ്ണിലെത്തി. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നീ പോഷകങ്ങളുടെ സംയോജനം ഉൾക്കൊള്ളുന്ന സങ്കീർണമായ ഇനം വളങ്ങളുടെ ആവശ്യം സമീപ വർഷങ്ങളിൽ വർദ്ധിച്ചു. 2023 ICAR നടത്തിയ പഠനമനുസരിച്ച് 90% കൃഷിഭൂമിയിലും നൈട്രജന്റെയും ഫോസ്ഫറസിന്റെയും 90% കുറവും 50% ഭൂമിയിൽ പൊട്ടാഷ്യത്തിന്റെ കുറവും രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 194, RSS 5 190, ലാറ്റക്സ് 126. ജാതിക്ക 400, ജാതിപത്രി 2100 മുതൽ 2300 വരെ, ഗ്രാമ്പു 930, അടയ്ക്ക 250, കാപ്പിക്കുരു 230, കൊക്കോ പരിപ്പ് 630. കുരുമുളക് ഗാർബിൾഡ് 64,700, കുരുമുളക് അൺഗാർബിൾഡ് 62,700, ഏലയ്ക്ക 2,800 മുതൽ 2,950 വരെ, വെളിച്ചെണ്ണ 21,100, കൊപ്ര 15,850, ചുക്ക് 32,500.